COVID-19 കൊറോണ വൈറസിന്റെ വ്യാപനം തുടങ്ങിയിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മാസം പിന്നിടുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന തൃശ്ശൂർ ജില്ലയിലാണ്. 1 വർഷം കഴിയുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള DGP ലോക്നാഥ് ബെഹ്റ സാർ എൻ്റെ ഒപ്പമുണ്ട്. നമ്മൾ കണ്ടതാണ് കേരള പോലീസിൻ്റെ കരുണയുടെ ഒരു മുഖം. നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ വ്യാപനം തുടങ്ങിയ കാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്ക് DGP സാറിനോട് ചോദിക്കാം, ഇനിയുള്ള കാലങ്ങളിൽ എത്തരത്തിലാണ് ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കാം. സാർ നമസ്കാരം. കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു. അതിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ വേണ്ടി, ഭക്ഷണം, മെഡിസിൻ കൊടുത്തു. വീട്ടിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് ആൾക്കാരെ ആശ്വസിച്ചു. അപ്പോൾ കോൺസൾട്ടേഷൻ കൊടുത്തു. അവരുടെ കൂടെ നിന്നിട്ട് അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളിൽ തന്നെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇത് റിയൽ ജനമൈത്രി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ആക്ച്വലി ഒരു സക്സസ് മോഡൽ, ഒരു കേരള മോഡൽ പോലെ ഒരു സാധനം ഒക്കെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ കേരള മോഡൽ ഓഫ് പാൻഡമിക് മാനേജ്മെൻറ്റ് റിലേറ്റിംഗ് ടു പോലീസ് ആക്ച്വലി ഒരു ചർച്ചയുടെ വിഷയമാണ്. നമ്മുടെ ആദ്യഘട്ടത്തിൽ ലോക്ക്ഡൗൺ ഉണ്ടായ സമയത്ത് ഒരു ആൾക്ക് പോലെ അറിയില്ലായിരുന്നു എന്താണ് ലോക്ക്ഡൗൺ. ആ സമയത്ത് കുറേ ആൾക്കാർക്ക് ആക്ച്വലായിട്ട് ഭക്ഷണം പോലെ കിട്ടുന്നില്ലായിരുന്നു. എല്ലാ റെസ്റ്റോറൻറ്റ്സ് ക്ലോസ് ആണ്, പിന്നെ ഹോട്ടൽസ് ക്ലോസ് ആണ്. പൈസ ഉണ്ട്, പക്ഷെ ഭക്ഷണം വാങ്ങിക്കാൻ സ്ഥലമില്ല. പിന്നെ ആ സമയത്ത് ഞങ്ങൾ പിന്നെ കുറേ കിച്ചൻസ്, 22 കിച്ചൻസ് നമ്മുടെ ജില്ലകളിൽ ഓപ്പൺ ചെയ്തിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തു. അതിൽ IG വിജയൻ വളരെ ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ്, പിന്നെ പല NGOമാർ അതിൽ വന്നിട്ട് സഹായിച്ചിട്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് ഫീൽ ദ സ്റ്റൊമക്ക് ആക്ഷൻ അഗൻസ്റ്റ് ഹങ്കർ ഈ രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ആക്ച്വലി ഫസ്റ്റ് 40 days നമുക്ക് ഇത് ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേറെ ഓർഗനൈസേഷൻക്ക് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ സ്ഥലങ്ങളിൽ അവർ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ പ്രോഗ്രാംസുകൾ നടത്തി. കുറച്ച് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾസോ ദേ ഹാവ് ഓൾസോ ഡൺ ദാറ്റ് വെരി ഗുഡ് വർക്ക്. മെഡിക്കൽ നീഡ്സ് ഞങ്ങൾ സത്യം ചോദിച്ചാൽ നമ്മുടെ ആ സമയത്ത് ട്രാൻസ്പോർട്ടേഷനിലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് ഉദാഹരണം, കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ്, ശ്രീ ചിത്ര പോലെ ഒറിജിനൽ ക്യാൻസർ സെൻറ്റർ, അവരുടെ പേഷ്യൻസ് പല സ്ഥലങ്ങളിലുണ്ട്. അവർക്ക് മെഡിസിൻ എങ്ങനെ എത്തിക്കും? ആ സമയത്ത് കൊറിയർ സർവീസ് ഉണ്ടായിരുന്നില്ല. സോ പോലീസ് ഒരു ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഒരു കൊറിയർ സർവീസ് ഉണ്ടാക്കി. നമ്മുടെ ഹൈവേ പെട്രോൾ, ബാക്കി പോലീസ് വണ്ടി അവിടെ ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ ഇമ്പോർട്ടൻറ്റ് ലൈഫ് സേവിങ് മെഡിസിൻസ് എത്തിച്ചു. അതുപോലെ തന്നെ പോലീസ് വണ്ടി ഉപയോഗിച്ചിട്ട് പേഷ്യൻസ്ക്ക്, കോവിഡ് അല്ല വേറെ പേഷ്യൻസ്ക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊരു ആക്ച്വലി ജനമൈത്രിയുടെ ഒരു ഭാഗമാണ്. ഞങ്ങളതൊരു പോപ്പുലിസ്റ്റ് ആക്ച്വലി മൂവ് പോലെ അല്ല, അതൊരു ജനങ്ങൾക്ക് നല്ല രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കി. കുറേ ആൾക്കാർക്ക്, വളരെ പ്രായമുള്ള ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഈ പദ്ധതി. എല്ലാ സ്റ്റേറ്റ് ഈ കോവിഡ് സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ സ്റ്റേറ്റിലെ പോലീസ് ഓൾസോ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളയുടെ പ്രത്യേകത എന്നാണ് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കിയിട്ട് വളരെ നിയമപരമായിട്ട് പാലിയേറ്റീവായിട്ട് ഒരു സ്നേഹം വച്ചിട്ട് ഞങ്ങൾ ഈ കാര്യം നടപ്പാക്കി. അതുകൊണ്ട് ഒരു കേരളയുടെ ഒരു പ്രത്യേകത ഇതിൽ ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് വളരെ
ഒരു അപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അല്ല മാത്രം കുറേ ഓർഗനൈസേഷൻസ് ഈവൻ നമുക്ക് ഒരു പ്രശംസിച്ചിട്ടുണ്ട്. ഈവൻ ഓണറബിൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഈ കാര്യം അടുത്ത കാലത്ത് ഈ ബഡ്ജറ്റ് സെഷൻ തുടങ്ങാൻ മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ അസംബ്ലിയിൽ തന്നെ പറഞ്ഞു. അത് ആക്ച്വലി ഒരു എക്സാജറേഷൻ അല്ല, അത് റിയാലിറ്റിയാണ്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ പറഞ്ഞു. ഈ വൈറസ് നമ്മുടെ ആക്ച്വലി നാട്ടിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻക്ക് ആക്ച്വലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോലീസ് സ്റ്റേഷൻസ് ഓൾസോ കുറേ പോലീസ് സ്റ്റേഷനിൽ കുറേ ആൾക്കാരെ അഫക്റ്റ് ആയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അടുത്ത കാലത്തെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം 26 പേർക്ക് 26 പോസിറ്റീവ്. അതുപോലെ തന്നെ കുറേ പോലീസ് സ്റ്റേഷനിലാണ്. പക്ഷേ ഞങ്ങൾ നേരത്തെ അത് പ്ലാൻ ചെയ്തായിരുന്നു. ഏത് രീതിയിൽ പോലീസ് സ്റ്റേഷൻ ഓരോ പോലീസ് സ്റ്റേഷൻ ഈ കോവിഡ് കാലത്തെ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടില്ല. അതിന് പല ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഞങ്ങൾ ഉപയോഗിച്ചു. അതിനുവേണ്ടി ഒരു SOP ഉണ്ടാക്കി. ഏത് രീതിയിൽ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ അഫക്റ്റായി പോയാൽ ഏത് രീതിയിൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആ കാര്യങ്ങൾ ഓൾസോ ഞങ്ങൾ നേരത്തെ വളരെ ആലോചിച്ചിട്ട് വളരെ ക്ലിയർ ആ ഡയറക്ഷനുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപ്പാക്കി. സോ ദർ ആർ സോ മെനി മെത്തേഡ്സ്. കുറച്ച് അതിൽ ബഫർ സ്ട്രെങ്ത് വെച്ചു. ഒരു ജില്ലയിൽ ഒരു എക്സ്ട്രാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി. ആ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരെ ഒരു 10-40 ആൾക്കാരെ അവിടെ നേരത്തെ റിസർവ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 50% ആക്കി. 50% ആൾക്കാരെ ജോലി ചെയ്യും, 50% ആൾക്കാർ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് അഫക്റ്റ് ചെയ്താലും 50% ആൾക്കാർക്ക് അഫക്റ്റ് ആവില്ല. ഈ രീതിയിൽ കുറേ ആക്ച്വലി ഞാനിപ്പോൾ അത് പറയാൻ വളരെ ഒരു ഡീറ്റെയിൽഡ് പ്ലാനാണ്. ആ ഡീറ്റെയിൽഡ് പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്തായിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾ അതിലെ പോലീസ് സ്റ്റേഷനിലേക്ക് അടിക്കാൻ ഇങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടില്ല.